കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത് അറ്റോമിക നമ്പർ 21 മുതൽ 30 വരെയുള്ള എലമെന്റ്സിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ഇവയിൽ അറ്റോമിക നമ്പർ 21 മുതൽ 30 വരെയുള്ളവ ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങളുടെ ഫസ്റ്റ് റോയാണ്. ഡിയിൽ ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് അറ്റോമിക നമ്പർ 21 മുതലാണ്. അറ്റോമിക നമ്പർ 21 എങ്കിൽ ഡിയിൽ 1 ഇലക്ട്രോണും, അറ്റോമിക നമ്പർ 22 എങ്കിൽ ഡിയിൽ 2 ഇലക്ട്രോൺ, 25 എങ്കിൽ ഡിയിൽ 5 ഇലക്ട്രോൺ എന്നിങ്ങനെയാണ്. വ്യത്യാസമുള്ളത് അറ്റോമിക നമ്പർ 24 ഉള്ള ക്രോമിയത്തിനും 29 ഉള്ള കോപ്പറിനുമാണ്. ഡിയിൽ മാക്സിമം ഉൾക്കൊള്ളാൻ കഴിയുന്നത് 10 ഇലക്ട്രോൺ ആണ്. ഡിയിൽ 10 ഇലക്ട്രോൺ ആയി കഴിഞ്ഞാൽ ഡി ഫുൾ ഫിൽഡ്, മുഴുവൻ നിറഞ്ഞു എന്നർത്ഥം. D5 എന്നാൽ 10ന്റെ പകുതിയാണ് 5, ഹാഫ് ഫിൽഡ് അല്ലെങ്കിൽ പകുതി നിറഞ്ഞ അവസ്ഥയാണ്. ഡി ഫുൾഫിൽഡ് ആവുന്നതും അതേപോലെ ഹാഫ് ഫിൽഡ് ആവുന്നതും നല്ല സ്റ്റെബിലിറ്റി, സ്ഥിരതയുള്ളതിനാൽ 4sലെ 1 ഇലക്ട്രോൺ ഡിയിലോട്ട് ജമ്പ് ചെയ്യുന്നു. ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിലെ പ്രത്യേകത നമുക്കൊരു വീഡിയോയിലൂടെ കാണാം. ക്രോമിയത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം ശ്രദ്ധിച്ചല്ലോ. പകുതി നിറഞ്ഞിരിക്കുന്ന ഡി സബ്ഷെല്ലുകൾക്ക് കൂടുതൽ സ്ഥിരതയുണ്ട്. അതിനാലാണ് 4sലെ 1 ഇലക്ട്രോണിനെ 3Dയിലേക്ക് മാറ്റിയിരിക്കുന്നത്. പൂർണ്ണമായി നിറഞ്ഞിരിക്കുന്ന ഡി സബ്ഷെല്ലിന് കൂടുതൽ സ്ഥിരതയുണ്ട്. അതിനാലാണ് കോപ്പറിൽ 4sൽ നിന്നും 1 ഇലക്ട്രോണിനെ 3Dയിലേക്ക് മാറ്റിയിരിക്കുന്നത്. പീരിയോഡിക് ടേബിൾ ഉപയോഗിച്ച് ഒരു എലമെന്റ് ഉൾപ്പെടുന്ന ബ്ലോക്ക്, ഗ്രൂപ്പ്, പീരീഡ് എന്നിവ നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താം. നാം പഠിക്കാൻ പോകുന്നത് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി, അതായത് പീരിയോഡിക് ടേബിൾ ഇല്ലാതെ എങ്ങനെ ഒരു എലമെന്റ്, ഒരു മൂലകം ഉൾപ്പെടുന്ന ബ്ലോക്ക്, ഗ്രൂപ്പ്, പീരീഡ് ഇവ കണ്ടെത്താം എന്നാണ്. മൂലകങ്ങളെ 4 ബ്ലോക്കുകളായി തരംതിരിച്ചിട്ടുണ്ട്. S, P, D, F. Elements are classified into 4 blocks: S, P, D, F. സബ്ഷെല്ലുകളുടെ പേര് തന്നെയാണ് ബ്ലോക്കിനും എന്ന് ശ്രദ്ധിച്ചല്ലോ. ഗ്രൂപ്പ് 1, 2 ഇവ ഉൾപ്പെടുന്നതാണ് S ബ്ലോക്ക്. ഗ്രൂപ്പ് 13 മുതൽ 18 വരെയുള്ളവയാണ് P ബ്ലോക്ക്. ഗ്രൂപ്പ് 3 മുതൽ 12 വരെയുള്ളവ D ബ്ലോക്കിൽ ഉൾപ്പെടുന്നു. പീരിയോഡിക് ടേബിളിന്റെ താഴെ കാണുന്ന 2 റോസ് ഉൾപ്പെടുന്നതാണ് F ബ്ലോക്ക്. എലമെന്റ് ഉൾപ്പെടുന്ന ബ്ലോക്ക് എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം. ആദ്യം നാം ചെയ്യേണ്ടത് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. Na, സോഡിയം, അറ്റോമിക് നമ്പർ 11, കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 3s1. ഇവിടെ ലാസ്റ്റ് ഇലക്ട്രോൺ നിറയുന്നത് ഏത് സബ്ഷെല്ലിലാണ്? എസിലല്ലേ? സബ്ഷെല്ലുകൾ എസും പിയും എല്ലാം ഉണ്ടെങ്കിലും ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് എസ് സബ്ഷെല്ലിലാണ്. അതുകൊണ്ട് സോഡിയം ഉൾപ്പെടുന്ന ബ്ലോക്ക് എസ് ആയിരിക്കും. നൈട്രജൻ, അറ്റോമിക് നമ്പർ 7, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p3. 2, 2, 4, 4, 3, 7. അറ്റോമിക് നമ്പർ 7 ആണ്. ഇലക്ട്രോണിന്റെ എണ്ണവും 7 ആണ്. ഇവിടെ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് ഏത് സബ്ഷെല്ലിലാണ്? പിയിലല്ലേ? അവസാനം ഇലക്ട്രോൺ നിറയുന്നത് പി സബ്ഷെല്ലിലാണ്. അതുകൊണ്ട് നൈട്രജൻ ഏത് ബ്ലോക്കിലായിരിക്കും? പി ബ്ലോക്ക്. സ്കാൻഡിയം 21, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 3s2, 3p6, 3d ഫിൽ ചെയ്യരുത്, 4s2,
4s2 എന്ന് എഴുതിയാൽ 20 ആയിരിക്കും. കൗണ്ട് ചെയ്യേണ്ടതില്ല. 4s2 ഫിൽ ആയി കഴിഞ്ഞാൽ 20 ആയിരിക്കും. 21 ആണ് ഡിയിൽ 1. ഇവിടെ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് ഏത് സബ്ഷെല്ലിലാണ്? ഡി സബ്ഷെല്ലിലാണ്. എസ് ആണ് നിങ്ങൾ പുറമെ കാണുന്നതെങ്കിലും അവസാനം ഇലക്ട്രോൺ നിറക്കുന്നത് ഡി സബ്ഷെല്ലിലായതിനാൽ സ്കാൻഡിയം ഏത് ബ്ലോക്കിലായിരിക്കും? ഡി ബ്ലോക്ക്. ഇവിടെ പെട്ടെന്നൊരു തെറ്റ് വരാൻ സാധ്യതയുണ്ട്. ഡി സബ്ഷെൽ ഉണ്ട് എങ്കിൽ ഒരിക്കലും എസ് ബ്ലോക്ക് വരില്ല, ഡി ബ്ലോക്ക് ആയിരിക്കും. ആർഗൺ 18 ബ്ലോക്ക് കാണാൻ ആദ്യം എന്ത് എഴുതണം? സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നമ്മൾ പീരിയോഡിക് ടേബിൾ ഉപയോഗിച്ചല്ല ബ്ലോക്ക് കാണുന്നത്, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയാണ്. അതുകൊണ്ട് ആദ്യം സബ്ഷെൽ ഈസി എഴുതാം. 1s2 2s2 2p6 3s2 3p6. അറ്റോമിന് 18 ആണ്. ഇലക്ട്രോണിന്റെ എണ്ണം കൂട്ടി നോക്കാം, 18 ആണ്. ഇവിടെ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് ഏത് സബ്ഷെല്ലിലാണ്? പി സബ്ഷെല്ലിലാണ്. അതുകൊണ്ട് ബ്ലോക്ക് പി. ബ്ലോക്ക് കാണാൻ എല്ലാവർക്കും മനസ്സിലായല്ലോ. ബ്ലോക്ക് വളരെ എളുപ്പത്തിൽ കണ്ടെത്താം. ബ്ലോക്ക് നിശ്ചയിക്കുന്നത് ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്ന സബ്ഷെല്ലാണ്. അത് ഓർത്തിരുന്നാൽ മതി. ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്ന സബ്ഷെല്ലാണ് ബ്ലോക്ക് നിശ്ചയിക്കുന്നത്. ഇനി നമുക്ക് പീരീഡ് എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം. ലിഥിയം ആറ്റോമിക് നമ്പർ 3. ലിഥിയത്തിന്റെ ആറ്റോമിക് നമ്പർ 3 ആണ്. ലിഥിയത്തിൽ 3 ഇലക്ട്രോൺ ഉണ്ട്. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാം. 1s 2 എസ് ഫില്ലായി കഴിഞ്ഞു. 1s നിറഞ്ഞാൽ 2s 2s 1 2 1 3. പീരീഡ് നിശ്ചയിക്കുന്നത് ഷെൽ നമ്പറാണ്. ഹയസ്റ്റ് ഷെൽ നമ്പറാണ്. ഏറ്റവും വലിയ ഷെൽ നമ്പറാണ് പീരീഡ് നിശ്ചയിക്കുന്നത്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് ആദ്യം എഴുതുന്നത് ഷെൽ നമ്പർ. ഇത് സബ്ഷെല്ലിന്റെ പേര്. മുകളിൽ കാണിക്കുന്നത് ഇലക്ട്രോണിന്റെ എണ്ണമാണ്. ഇവിടെ ഉള്ള ഷെല്ല് 1ഉം 2ഉം ഷെൽ നമ്പറാണ്. ഇതിൽ വലുത് ഏതാണ്? 2 ആണ്. അതുകൊണ്ട് ലിഥിയം ഉൾപ്പെടുന്ന പീരീഡ് 2 ആണ്. പീരീഡ് 2 ആണ്. ക്ലിയർ അല്ലേ? ഹയസ്റ്റ് ഷെൽ നമ്പർ ആണ് പീരീഡ് നിശ്ചയിക്കുന്നത് ഓർത്തിരുന്നാൽ മതി. അടുത്തത് ക്ലോറിൻ 17. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. 1s2 2s2 2p6 3s2 3p5. ഇതിലെ ഷെൽ നമ്പർ 1 2 3. ഹയസ്റ്റ് ഷെൽ നമ്പർ, വലിയ ഷെൽ നമ്പർ ഏതാണ്? 3 അല്ലേ? 1ഉം 2ഉം 3ഉം ഉണ്ട്. ഇതില് വലുത് 3 ആണ്. അതുകൊണ്ട് ക്ലോറിൻ ഏത് പീരീഡ് ആയിരിക്കും? 3ാമത്തെ പീരീഡ്. മാംഗനീസ് അറ്റോമിക് നമ്പർ 25. ട്രാൻസിഷൻ എലമെന്റ് ആണ്. പേര് കേട്ട നിങ്ങൾക്ക് അറിയാം. കോൺഫിഗറേഷൻ എഴുതും. 1s2 2s2 2p6 3s2 3p6 3d എന്ന് എഴുതി വെക്കുക. 4s2 എന്നാണെങ്കിൽ 20 ആയി. 25 ആണ് ഡിയിൽ 5. 25 എങ്കിൽ ഡിയിൽ 5 ആയിരിക്കും. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒക്കെ കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കാം. ഇനി ഇത് ഉൾപ്പെടുന്ന പീരീഡ് ഏതായിരിക്കും? ഷെൽ നമ്പർ നോക്കൂ. 1 ഉണ്ട് 2 ഉണ്ട് 3 ഉണ്ട് 4 ഉണ്ട്. ഇതിൽ ഹയസ്റ്റ് ഷെൽ നമ്പർ, ഏറ്റവും വലിയ ഷെൽ നമ്പർ എത്രയാണ്? 4 ആണ്. അതുകൊണ്ട് മാംഗനീസ് ഉൾപ്പെടുന്ന പീരീഡ് ഏതായിരിക്കും? 4. ക്ലിയർ അല്ലേ? ബ്ലോക്ക് നിശ്ചയിച്ചത് ലാസ്റ്റ് ഇലക്ട്രോൺ നിറയുന്ന സബ്ഷെല്ല് എങ്കിൽ പീരീഡ് നിശ്ചയിക്കുന്നത് ഹയസ്റ്റ് ഷെൽ നമ്പറാണ്, ഏറ്റവും വലിയ ഷെൽ നമ്പറാണ്. വളരെ എളുപ്പത്തിൽ പീരീഡും കണ്ടുപിടിക്കാം. നമുക്ക് ഗ്രൂപ്പ് എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം. ഗ്രൂപ്പ് കണ്ടെത്താൻ ആദ്യം ഏത് ബ്ലോക്കാണ് എന്നറിയണം. കാരണം ഓരോ ബ്ലോക്കിനും ഗ്രൂപ്പ് കണ്ടെത്താൻ ഓരോ റൂളാണ്. എസ് ബ്ലോക്ക് എങ്കിൽ
ഔട്ടർമോസ്റ്റ് എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണമായിരിക്കും ഗ്രൂപ്പ് നമ്പർ. പി ബ്ലോക്ക് എങ്കിൽ ഔട്ടർമോസ്റ്റ് പി സബ്ഷെല്ലിലെ ഇലക്ട്രോണിനോട് കൂടി 12 കൂട്ടണം. ഡി ബ്ലോക്ക് എങ്കിൽ ഔട്ടർമോസ്റ്റ് ഡിയിലെയും എസിലെയും ഇലക്ട്രോണിനെ ആഡ് ചെയ്യണം. നോക്കാം. മെഗ്നീഷ്യം ആറ്റോമിക് നമ്പർ 12. ആദ്യം എന്ത് എഴുതണം? സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2. ഇവിടെ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് എസ് സബ്ഷെല്ലിലാണ്. അതുകൊണ്ട് ഏത് ബ്ലോക്കാണ്? എസ് ബ്ലോക്കാണ്. എസ് ബ്ലോക്ക് എങ്കിൽ എങ്ങനെയായിരുന്നു ഗ്രൂപ്പ് കണ്ടെത്തുക? ഔട്ടർമോസ്റ്റ് എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം നോക്കിയാൽ മതി. ഇവിടെ 2 ആണ് ഔട്ടർമോസ്റ്റ് എസ് സബ്ഷെല്ലിൽ. ഔട്ടർമോസ്റ്റ് എന്ന് പറയാനുള്ള കാരണം 1s ഉണ്ട്, 2s ഉണ്ട്, 3s ഉണ്ട്. ഇതിൽ ഏറ്റവും പുറമെയുള്ള ബാഹ്യതമ എസ് സബ്ഷെൽ എന്നത് 3s ആണ്. ഇതിൽ 2 ഇലക്ട്രോൺ ആണ്. അതുകൊണ്ട് ഗ്രൂപ്പ് 2. എസ് ബ്ലോക്ക് എങ്കിൽ ഗ്രൂപ്പ് കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. ഔട്ടർമോസ്റ്റ് എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം നോക്കിയാൽ മതി. ബാഹ്യതമ എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം ഏറ്റവും പുറമെയുള്ള എസ്. അടുത്തത് ക്ലോറിൻ 17 1s2 2s2 2p6 3s2 3p5. ഇത് ഏത് ബ്ലോക്കാണ്? പി ബ്ലോക്ക് അല്ലേ? ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് നിറയുന്നത് പി സബ്ഷെല്ലിലാണ്. അതുകൊണ്ട് പി ബ്ലോക്കാണ്. പി ബ്ലോക്ക് എങ്കിൽ എന്തായിരുന്നു റൂള്? ഔട്ടർമോസ്റ്റ് പി സബ്ഷെല്ലിലെ ഇലക്ട്രോണിനോട് കൂടി 12 ആഡ് ചെയ്യണം. ഇവിടെ 2p ഉണ്ട്, 3p ഉണ്ട്. നമ്മൾ എടുക്കേണ്ട ഏതാണ്? 3p ആണ്. കാരണം ഏറ്റവും പുറമെയുള്ള പിയിലെ ഇലക്ട്രോണിനോട് കൂടിയാണ് 12 ആഡ് ചെയ്യേണ്ടത്. ഏറ്റവും പുറമെ 2p അല്ല, ഏതാണ്? 3p ആണ്. അപ്പൊ 3p 5 ഇലക്ട്രോൺ ആണ്. 5 + 12 17 ആണ്. ഗ്രൂപ്പ് 17ലാണ് ക്ലോറിൻ എന്ന് നമുക്കറിയാം. ഹാലജനിൽ ഉൾപ്പെടുന്ന ഒരു എലിമെന്റ് ആണ് ക്ലോറിൻ. വനേഡിയം atomic number 23 1s2 2s2 2p6 3s2 3p6 3d എന്ന് എഴുതുക. 4s2 20 ആയി. 23 ആണ്. ഡിയിൽ 3 23. ഇത് ഏത് ബ്ലോക്കാണെന്ന് ആദ്യം നോക്കാം. ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത്, ലാസ്റ്റ് ഇലക്ട്രോൺ ഫിൽ ചെയ്യുന്നത് ഡി സബ്ഷെല്ലിലാണ്. അതുകൊണ്ട് ഡി ബ്ലോക്ക് ആണ്. ഡി ബ്ലോക്ക് എങ്കിൽ എന്തായിരുന്നു റൂള്? ഔട്ടർമോസ്റ്റ് ഡിയിലെയും എസിലെയും ഇലക്ട്രോണിന്റെ ആഡ് ചെയ്യണം. ഔട്ടർമോസ്റ്റ് ഡിയിൽ 3 ഇലക്ട്രോൺ, അത് മാത്രം പോരാ, എസിലെയും കൂടെ ഇലക്ട്രോണിനെ ആഡ് ചെയ്യണം. 3 + 2 5. അതുകൊണ്ട് ഗ്രൂപ്പ് 5 ആണ്. പലപ്പോഴും ചോദിക്കുക ഡി ബ്ലോക്ക് ആയിരിക്കും. ഡി ബ്ലോക്ക് ആണ് എങ്കിൽ ഡി ഔട്ടർമോസ്റ്റ് ഡിയിലെ ഇലക്ട്രോണിനെ നോക്കിയാൽ പോരാ, ഔട്ടർമോസ്റ്റ് ഡി പ്ലസ് ഔട്ടർമോസ്റ്റ് എസിലെ ഇലക്ട്രോൺ വേണം. പ്രത്യേകം ശ്രദ്ധിക്കണം. ഗ്രൂപ്പ് കാണുന്നത് മനസ്സിലായല്ലോ. ഇപ്പൊ ഗ്രൂപ്പ് കണ്ടെത്താനുള്ള റൂൾ എന്ന് പറയാം. എസ് ബ്ലോക്ക് എങ്കിൽ ഔട്ടർമോസ്റ്റ് എസ് സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ അതായിരിക്കും ഗ്രൂപ്പ് നമ്പർ. പി ബ്ലോക്ക് എങ്കിൽ ഔട്ടർമോസ്റ്റ് പി സബ്ഷെല്ലിലെ ഇലക്ട്രോണിനോട് കൂടി 12 ആഡ് ചെയ്യണം, 12 കൂട്ടണം. ഡി ബ്ലോക്ക് എങ്കിൽ ഔട്ടർമോസ്റ്റ് ഡിയിലെയും ഔട്ടർമോസ്റ്റ് എസിലെയും ഇലക്ട്രോണിന്റെ എണ്ണം ആഡ് ചെയ്യണം. നിങ്ങൾക്കിത് എളുപ്പത്തിൽ മനസ്സിലായി എന്ന് വരുന്നു. കൂടുതൽ എലമെന്റ്സ് എടുത്ത് ചെയ്യാവുന്നതാണ്. കുറച്ചുകൂടെ എലമെന്റ്സ് ഇട്ട് നിങ്ങൾക്കൊന്ന് കുറച്ചുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇതുവരെ പറഞ്ഞത് ബ്ലോക്ക്, ഗ്രൂപ്പ്, പീരീഡ് എങ്ങനെ കണ്ടെത്താമെന്നാണ്. എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഭാഗമാണ്. ഈ ഒരു ഏരിയ എപ്പോഴും ചോദിക്കുന്നതാണ്. ഒന്ന് പറയാം. പീരീഡ് നിശ്ചയിക്കുന്നത് ഹയസ്റ്റ് ഷെൽ നമ്പർ ആണ്. പീരീഡ് നിശ്ചയിക്കുന്നത് ഷെൽ നമ്പർ ആണ് എങ്കിൽ ബ്ലോക്ക് നിശ്ചയിക്കുന്നത് സബ്ഷെല്ലാണ്. ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്ന സബ്ഷെല്ലാണ് ബ്ലോക്ക് നിശ്ചയിക്കുന്നത്. ഗ്രൂപ്പ് നിശ്ചയിക്കുന്നത് ഇലക്ട്രോണിന്റെ എണ്ണമാണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എസ് ബ്ലോക്ക് എലിമെന്റ്സ്. എസ് ബ്ലോക്ക് എലിമെന്റ്സിന്റെ പ്രത്യേകതകൾ. ഗ്രൂപ്പ് 1ലെ മൂലകങ്ങളെ പരിചയപ്പെടാം. H ഹൈഡ്രജൻ, Li ലിഥിയം, Na സോഡിയം, K പൊട്ടാസ്യം, Rb റുബീഡിയം,
CS സീസിയം, FR ഫ്രാൻസിയം. ഗ്രൂപ്പ് 2 മൂലകങ്ങളെ പരിചയപ്പെടാം. Be ബെറിലിയം, Mg മഗ്നീഷ്യം, Ca കാൽഷ്യം, Sr സ്ട്രോൺഷ്യം, Ba ബേരിയം, Ra റേഡിയം. ഗ്രൂപ്പ് 1 ബാഹ്യതമ ഷെല്ലിൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോണും ഗ്രൂപ്പ് 2 ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോണുമാണ്. അതായത് ഗ്രൂപ്പ് 1 റിയാക്ഷനിൽ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. അഷ്ടകം പൂർത്തിയാക്കാൻ വേണ്ടിയാണ് 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നത്. ഗ്രൂപ്പ് 2 ബാഹ്യതമ ഷെല്ലിൽ 2 ഇലക്ട്രോൺ അല്ലേ? അതുകൊണ്ട് അഷ്ടകം അല്ലെങ്കിൽ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കണം. സോ എസ് ബ്ലോക്ക് എലിമെന്റ്സ് ആർ മെറ്റൽസ്. ഇലക്ട്രോൺ ഡോണേഴ്സ് ആണ്, ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നവരാണ്. ഇനി ഇവയുടെ വാലൻസി അല്ലെങ്കിൽ സംയോജകത, ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഓക്സീകരണാവസ്ഥ എത്രയാണെന്ന് നോക്കാം. ആദ്യം എന്താണ് വാലൻസി അല്ലെങ്കിൽ സംയോജകത, അതേപോലെ എന്താണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്നറിയണം. ഇതിനെപ്പറ്റി വ്യക്തമായ ഒരു ധാരണ വേണം. വാലൻസി അല്ലെങ്കിൽ സംയോജകത എന്നാൽ ഒരു റിയാക്ഷനിൽ, ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുന്ന ഇലക്ട്രോണിന്റെ എണ്ണമാണ്. ഇറ്റ്സ് എ നമ്പർ. അതിന് ചാർജ് ഇല്ല. വാലൻസിക്ക് ചാർജ് ഇല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പക്ഷെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്നാൽ ഇങ്ങനെ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്തതിന് ശേഷമുള്ള അവസ്ഥയാണ്. അതുകൊണ്ട് ചാർജ് കാണും. ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് അല്ലെങ്കിൽ അവസ്ഥ എന്ന് പറയും. ഉദാഹരണമായി ഗ്രൂപ്പ് 1 മൂലകങ്ങൾ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണല്ലോ, അതുകൊണ്ട് 1 ഇലക്ട്രോണിനെ കൊടുത്താൽ ചാർജ് +1 ആയിരിക്കും. കാരണം 1 ഇലക്ട്രോൺ കുറഞ്ഞു, അതുകൊണ്ട് +1 ആയിരിക്കും. കൊടുക്കുന്നത് 2 ഇലക്ട്രോണിനെ ആണെങ്കിൽ +2, കൊടുക്കുന്നത് 3 ഇലക്ട്രോൺ ആണെങ്കിൽ +3. ഇനി 1 ഇലക്ട്രോൺ വാങ്ങിയാൽ ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് അല്ലേ, ചാർജ് -1. 2 ഇലക്ട്രോൺ വാങ്ങിയാൽ -2, 3 എണ്ണം വാങ്ങിയാൽ -3. ഗ്രൂപ്പ് 1 കേസിൽ ഒക്ടറ്റ് അല്ലെങ്കിൽ അഷ്ടകം പൂർത്തിയാക്കാൻ വേണ്ടി 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. അതുകൊണ്ട് ഗ്രൂപ്പ് 1 വാലൻസി 1 ആണ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഓക്സീകരണാവസ്ഥ എന്തായിരിക്കും? വിട്ടുകൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ? +1 ആണ്. ഗ്രൂപ്പ് 2 വാലൻസി 2 ആണ്. 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും, എണ്ണം 2 ആണ്. 2 എണ്ണം വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ചാർജ് +2 ആണ്. സോ വാലൻസി ഓഫ് ഗ്രൂപ്പ് 1 എലമെന്റ്സ് 1, ഗ്രൂപ്പ് 2 2. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഗ്രൂപ്പ് 1 +1 ആൻഡ് ഗ്രൂപ്പ് 2 +2. ഇനി നമുക്ക് ഇവ ഉണ്ടാക്കുന്ന സംയുക്തങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. ഗ്രൂപ്പ് 1 അതേപോലെ ഗ്രൂപ്പ് 2 പൂർണ്ണമായും ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നു, കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവയിൽ ഷെയറിംഗ് നടക്കുന്നില്ല, പൂർണ്ണമായും കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഏത് തരം സംയുക്തങ്ങളായിരിക്കും ഇവ ഉണ്ടാക്കുന്നത്? അയോണിക് ഓർ കോവാലന്റ്? അയോണികമായിരിക്കോ സഹസംയോജകമായിരിക്കോ? പൂർണ്ണമായും വിട്ടുകൊടുക്കുന്നു. അതുകൊണ്ട് അയോണിക സംയുക്തങ്ങളാണ് എസ് ബ്ലോക്ക് എലിമെന്റ്സ് ഉണ്ടാക്കുന്നത്. എസ് ബ്ലോക്ക് എലിമെന്റ്സ് ഫോം അയോണിക് കോമ്പൗണ്ട്സ്. കാരണം വ്യക്തമാണല്ലോ. ഇനി ഇവയുടെ ഇലക്ട്രോപോസിറ്റിവിറ്റി എങ്ങനെയാണെന്ന് നോക്കാം. ഇലക്ട്രോപോസിറ്റിവിറ്റി എന്നാൽ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള കഴിവാണ്. എസ് ബ്ലോക്ക് എലിമെന്റ്സ് ആർ റെഡി ടു ഡൊണേറ്റ് ഇലക്ട്രോൺസ്. സോ their electropositivity is very high. ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നവരാണ് എസ് ബ്ലോക്ക് എലിമെന്റ്സ്. അതുകൊണ്ട് ഇവയുടെ ഇലക്ട്രോപോസിറ്റിവിറ്റി ഹൈ ആയിരിക്കും. ഇലക്ട്രോപോസിറ്റിവിറ്റി ഹൈ എങ്കിൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ലോ ആയിരിക്കും. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്നാൽ ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവാണ്, അതിന്റെ അടുത്തോട്ട് വലിക്കാനുള്ള കഴിവാണ്. ഇവ എപ്പോഴും ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനാണല്ലോ ശ്രമിക്കുന്നത്. അതുകൊണ്ട് എസ് ബ്ലോക്കിന്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറവായിരിക്കും. പഠിച്ച പോയിന്റ്സ്: ഇലക്ട്രോപോസിറ്റിവിറ്റി ഹൈ ആണ് എസ് ബ്ലോക്കിന്, അതേപോലെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ലോ ആണ്. ഇവയുടെ ഹൈഡ്രോക്സൈഡും ഓക്സൈഡും ബേസിക് നേച്ചർ കാണിക്കുന്നു. ഫോർ എക്സാമ്പിൾ, സോഡിയത്തിന്റെ ഹൈഡ്രോക്സൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ് ഹൈലി ബേസിക്, നമുക്ക് അറിയാവുന്നതാണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ബേസിക് ആണ്. കാൽഷ്യം ഓക്സൈഡ് അല്ലെങ്കിൽ സോഡിയം ഓക്സൈഡ് എന്നത് ബേസിക് ആണ്. എസ് ബ്ലോക്കിന്റെ ഹൈഡ്രോക്സൈഡും അതേപോലെ ഓക്സൈഡും എന്ത് സ്വഭാവം കാണിക്കുന്നു? ബേസിക് സ്വഭാവം കാണിക്കുന്നു. ഇനി ഇവയുടെ
അയോണൈസേഷൻ എനർജി, അയോണീകരണ ഊർജം എങ്ങനെയാണെന്ന് നോക്കാം. അതിന് ആദ്യം എന്താണ് അയോണൈസേഷൻ എനർജി അല്ലെങ്കിൽ അയോണീകരണ ഊർജം എന്നറിയണം. Ionization energy is the energy required to remove the outermost electron from a neutral gaseous atom. ഒരു സ്വതന്ത്രാവസ്ഥയിലുള്ള ആറ്റത്തിൽ നിന്നും അതിന്റെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ, നീക്കം ചെയ്യാൻ ആവശ്യമായ ഊർജമാണ് അയോണീകരണ ഊർജം. ന്യൂക്ലിയസ് ആണ് ഒരു ആറ്റത്തിലെ ഇലക്ട്രോണിനെ പിടിച്ചു നിർത്തുന്നത്. ന്യൂക്ലിയസിന്റെ അട്രാക്ഷൻ കുറവ് എങ്കിൽ ഏറ്റവും പുറമേയുള്ള ബാഹ്യതമ ഷെല്ലിൽ നിന്നും അല്ലെങ്കിൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിന്നും ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ എളുപ്പമാണ്. അതല്ല ന്യൂക്ലിയസ് നന്നായി പിടിച്ചു വെച്ചിട്ടുണ്ട് എങ്കിൽ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിനെ, ബാഹ്യതമ ഇലക്ട്രോണിനെ നീക്കം ചെയ്യാൻ പ്രയാസമാണ്. ഇങ്ങനെ നീക്കം ചെയ്യാൻ പ്രയാസമാണ് എന്നതിനർത്ഥം കൂടുതൽ എനർജി കൊടുത്താൽ മാത്രമേ ന്യൂക്ലിയസിന്റെ പിടിയിൽ നിന്നും ആ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ കഴിയുള്ളൂ. ദാറ്റ് ഈസ് അയോണൈസേഷൻ എനർജി ഇസ് ഹൈ. ഒരു വലിയ ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ നിന്നും വളരെ അകലെയായിരിക്കും ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ, ഏറ്റവും പുറമേയുള്ള ഇലക്ട്രോൺ. അതുകൊണ്ട് തന്നെ ഒരു വലിയ ആറ്റത്തിൽ നിന്നും ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ, നീക്കം ചെയ്യാൻ കുറഞ്ഞ ഊർജം മതിയാവും. അതായത് അയോണൈസേഷൻ എനർജി വളരെ കുറവായിരിക്കും. ഈ എസ് ബ്ലോക്ക് എലിമെന്റ്സിന്റെ കേസിൽ അവ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ റെഡി ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവയുടെ അയോണൈസേഷൻ എനർജി വളരെ കുറവായിരിക്കും. കാരണം കുറച്ച് എനർജി കൊടുക്കുമ്പോഴേക്ക് അത് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. ഇത്രയും പോയിന്റ്സ് ആണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. എസ് ബ്ലോക്ക് എലിമെന്റ്സിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാമാണ്? ഗ്രൂപ്പ് 1ഉം 2ഉം. ഇതിൽ ഗ്രൂപ്പ് 1ന്റെ വാലൻസി 1, ഗ്രൂപ്പ് 2ന്റെ വാലൻസി 2, ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഗ്രൂപ്പ് 1 പ്ലസ് 1, ഗ്രൂപ്പ് 2 പ്ലസ് 2. അതിനുള്ള കാരണം വ്യക്തമാവും. പിന്നെ ഇവ ഏതരം കോമ്പൗണ്ട് ആണ് ഫോം ചെയ്യുന്നത്? അയോണിക് കോമ്പൗണ്ട്സ്, അയോണീകരണ സംയുക്തങ്ങളാണ് ഉണ്ടാക്കുന്നത്, അയോണിക സംയുക്തങ്ങൾ. ഇനി ഇവയുടെ ഹൈഡ്രോക്സൈഡും ഓക്സൈഡും എന്ത് സ്വഭാവം കാണിക്കുന്നു? ബേസിക് സ്വഭാവം കാണിക്കും. ഇവയ്ക്ക് മെറ്റാലിക് നേച്ചർ ആണ്. കാരണം ഇലക്ട്രോൺ ഡോണേഴ്സ് ആണ് എസ് ബ്ലോക്ക് എലിമെന്റ്സ്, ഇലക്ട്രോൺ ദാതാക്കളാണ്. അതുകൊണ്ട് ഇവ മെറ്റാലിക് നേച്ചർ കാണിക്കുന്നു എന്ന് പറയും. ഇനി ഇവയുടെ അയോണൈസേഷൻ എനർജി ലോ ആണ്. അതേപോലെ ഇലക്ട്രോ പോസിറ്റിവിറ്റി വളരെ ഹൈ ആണ്, ഇലക്ട്രോ നെഗറ്റിവിറ്റി ലോ ആണ്. ഇനി നമുക്ക് പി ബ്ലോക്ക് എലിമെന്റ്സിന്റെ പ്രത്യേകത നോക്കാം. ആദ്യം ഏതാണ് പി ബ്ലോക്ക് എലിമെന്റ്സ് എന്ന് മനസ്സിലാക്കുക. ഗ്രൂപ്പ് 13 മുതൽ 18 വരെയുള്ളവയാണ് പി ബ്ലോക്ക് എലിമെന്റ്സ്. ഇവയ്ക്ക് ഓരോ ഗ്രൂപ്പിനും ഓരോ പേരുണ്ട്. അതായത് 13, 14, 15, 16. ഇവയിൽ ആദ്യത്തെ എലിമെന്റിന്റെ പേരിലാണ് ആ ഫാമിലി അറിയപ്പെടുന്നത്. അതുകൊണ്ട് അതായത് ഗ്രൂപ്പ് 13ലെ ആദ്യത്തെ മെമ്പർ ബോറോൺ ആണ്. അതുകൊണ്ട് ബോറോൺ ഫാമിലി. 14 എങ്കിൽ കാർബൺ ആണ്, കാർബൺ ഫാമിലി. 15 നൈട്രജൻ, നൈട്രജൻ ഫാമിലി. 16ലെ ആദ്യത്തെ മെമ്പർ ഓക്സിജൻ, ഓക്സിജൻ ഫാമിലി. പ്രത്യേകം പേരില്ല. ഗ്രൂപ്പ് 17ന് പ്രത്യേകം പേരുണ്ട്. എന്തായിരുന്നു പേര്? നിങ്ങൾ പഠിച്ചതാണ്. ഹാലജൻ, ഹാലജനുകൾ എന്നറിയപ്പെടുന്നു. ഗ്രൂപ്പ് 18 ഇനേർട്ട് ഗ്യാസ്, ഉത്കൃഷ്ട വാതകങ്ങൾ എന്നറിയപ്പെടുന്നു. ഗ്രൂപ്പ് 17ഉം 18ഉം പ്രത്യേക പേരുണ്ട്, അത് ഓർത്തിരിക്കണം. ഗ്രൂപ്പ് 17 ഹാലജനുകളും ഗ്രൂപ്പ് 18 ഉത്കൃഷ്ട വാതകങ്ങൾ അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസ് ആണ്. ഗ്രൂപ്പ് 18ന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. ഗ്രൂപ്പ് 18 ഒക്ടറ്റ് അല്ലെങ്കിൽ അഷ്ടകം പൂർത്തിയാക്കി. അതുകൊണ്ട് തന്നെ അവയുടെ റിയാക്ടിവിറ്റി ഒട്ടും തന്നെ ഇല്ല. അവ സ്റ്റേബിൾ ആണ്, റിയാക്ഷനിൽ പങ്കെടുക്കുന്നില്ല, മടിയന്മാരാണ്, അലസന്മാരാണ്. അതുകൊണ്ട് അലസവാതകങ്ങൾ എന്നും പേരുണ്ട്. ഗ്രൂപ്പ് 17ന്റെ ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആയിരിക്കും? ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ അത് ലഭിക്കാൻ 17ൽ നിന്നും 10 കട്ട് ചെയ്താൽ മതി. 7 ആണല്ലോ, 7 ഇലക്ട്രോൺ ആണ്. തൊട്ടു മുന്നുള്ള ഗ്രൂപ്പ് 16ന്റെ ബാഹ്യതമ ഷെല്ലിൽ, ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 16ന്ന് 10 പോയാൽ 6 ആണ്. ഈ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഗ്രൂപ്പ് 13 എങ്കിൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോൺ ആയിരിക്കും. എങ്കിൽ ഗ്രൂപ്പ് 17ന്റെ വാലൻസി അല്ലെങ്കിൽ സംയോജകത എത്രയായിരിക്കും? ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 7 അല്ലേ? അഷ്ടകം പൂർത്തിയാക്കാൻ ഒരേ ഒരു സാധ്യതയെ മുന്നിലുള്ളൂ, ഒരു ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യുക. ഒരു ഇലക്ട്രോണിനെ വാങ്ങുന്നു, അതുകൊണ്ട് വാലൻസി 1. ഇലക്ട്രോണിനെ വാങ്ങിയാൽ ചാർജ് -1 ആണ്. ഇലക്ട്രോണിനെ സ്വീകരിക്കാണ് ഹാലജൻ ചെയ്യുന്നത്, അതുകൊണ്ട് ചാർജ് അവയുടെ ഓക്സിജൻ സ്റ്റേറ്റ് -1 ആയിരിക്കും. വാട്ട് അബൌട്ട് ഗ്രൂപ്പ് 16? ഗ്രൂപ്പ് 16ന്റെ അവസ്ഥ എന്താണ്? ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺ ആണ്. അഷ്ടകം പൂർത്തിയാക്കാൻ 2 എണ്ണം കുറവുണ്ട്. അതുകൊണ്ട് 2 ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യും 16ാം
മറ്റേ ഗ്രൂപ്പ്. അതുകൊണ്ട് അവയുടെ വാലൻസി 2, 2 ഇലക്ട്രോണിനെ വാങ്ങുന്നതിനാൽ വാലൻസി 2, ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2. 17, 16 പ്രത്യേകം ഓർത്തിരിക്കണം. ഇനി ഇവയുടെ പ്രത്യേകത നോക്കാം. ഇവ ഖരം, ദ്രാവകം, വാതകം എന്നിങ്ങനെ 3 അവസ്ഥകളിൽ കാണുന്നു. അലൂമിനിയം ഖരമാണ്, ബ്രോമിൻ ദ്രാവകമാണ്, ഓക്സിജൻ, ക്ലോറിൻ ഇതെല്ലാം വാതകമാണ്. 3 അവസ്ഥയിലും പി ബ്ലോക്ക് എലമെന്റ്സ് കാണുന്നുണ്ട്. ഇവയിൽ മെറ്റൽസ് ഉൾപ്പെടുന്നു, നോൺ മെറ്റൽസ് ഉൾപ്പെടുന്നു, മെറ്റലോയിഡ്സ് ഉൾപ്പെടുന്നു. ലോഹങ്ങളും അലോഹങ്ങളും ഉപലോഹങ്ങളും ഉൾപ്പെടുന്നതാണ് പി ബ്ലോക്ക്. എന്തായിരുന്നു ഉപലോഹങ്ങൾ? ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം കാണിക്കുന്നവയാണ് ഉപലോഹങ്ങൾ അല്ലെങ്കിൽ മെറ്റലോയിഡ്സ്. മെറ്റൽസിന്റെയും നോൺ മെറ്റൽസിന്റെയും പ്രോപ്പർട്ടീസ് കാണിക്കുന്നവയാണ് മെറ്റലോയിഡ്സ്. ജെർമേനിയം മെറ്റലോയിഡ് ആണ്, അലൂമിനിയം മെറ്റൽ ആണ്, ക്ലോറിൻ നോൺ മെറ്റൽ ആണ്, ഓക്സിജൻ എല്ലാം നോൺ മെറ്റൽ ആണ്. ഇനി പി ബ്ലോക്കിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പി ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രൂപ്പ് 13 മുതലാണല്ലോ. ഗ്രൂപ്പ് 13ൽ പിയിൽ ഗ്രൂപ്പ് 13 എങ്കിൽ പിയിൽ 1 ഇലക്ട്രോൺ ആയിരിക്കും. ഗ്രൂപ്പ് 14 എങ്കിൽ പിയിൽ 2, ഗ്രൂപ്പ് 15 എങ്കിൽ പിയിൽ 3, ഗ്രൂപ്പ് 16 എങ്കിൽ പിയിൽ 4, ഗ്രൂപ്പ് 17 എങ്കിൽ പിയിൽ 5, ഗ്രൂപ്പ് 18 എങ്കിൽ ഗ്രൂപ്പിൽ പിയിൽ 6 ആയിരിക്കും. ഇപ്പൊ P6 എന്ന കോൺഫിഗറേഷൻ ഇലക്ട്രോൺ വിന്യാസം അവസാനിക്കുന്നു എങ്കിൽ അത് ഇനേർട്ട് ഗ്യാസ് ഉത്കൃഷ്ടവാതകമാണെന്ന് പെട്ടെന്ന് തിരിച്ചറിയാം. നിയോൺ P6 2p6 എന്ന് അവസാനിക്കും, ആർഗൺ 3p6 എന്ന് അവസാനിക്കും. തൊട്ടുമുന്നുള്ള ഹാലജനുകൾ P5 എന്നാണ് അവസാനിക്കുന്നത്. എസ് ബ്ലോക്കിന്റെയും പി ബ്ലോക്കിന്റെയും പ്രത്യേകത നാം മനസ്സിലാക്കി കഴിഞ്ഞു. ഇവിടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, വാലൻസി, അയോണൈസേഷൻ എനർജി ഈ കൺസെപ്റ്റുകളെല്ലാം നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് എലമെന്റിന്റെയും ആലോചിച്ച് പറയാം, അല്ലാതെ വെറുതെ പഠിച്ചു വെക്കരുത്. ഇന്ന് നാം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് കോപ്പർ, ക്രോമിയം ഇവയുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിലെ പ്രത്യേകത, ഒരു എലമെന്റ് ഉൾപ്പെടുന്ന ഗ്രൂപ്പ്, പീരീഡ്, ബ്ലോക്ക് എന്നിവ എങ്ങനെ കണ്ടെത്താം, എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെയും പി ബ്ലോക്ക് എലമെന്റ്സിന്റെയും സവിശേഷതകൾ. ബാക്കി അടുത്ത ക്ലാസ്സിൽ.